അങ്ങനെ ഒരു ഫോട്ടോ വന്നു മുല്ലപ്പെരിയാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിഘടനവാദികളെല്ലാം ഇത് തമിഴിനെയും മലയാളിയെയും തമ്മിലടുപ്പിക്കാനാണ്. എന്താണത് കേരളത്തിന് ഇങ്ങനെ ഒരു മനോഭാവം? മുല്ലപ്പെരിയാർ ഡാം പുതിയതായി പണിയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. നമസ്കാരം. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടായാൽ ആദ്യം ഉയർന്നു വരുന്ന വിഷയം മുല്ലപ്പെരിയാർ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ രണ്ട് സംസ്ഥാനങ്ങളും മുല്ലപ്പെരിയാർ വിറ്റുകൊണ്ട് ഒരുപാട് വോട്ട് നേടിയിട്ടുണ്ട്, ഒരുപാട് ആളുകളെ തമ്മിലടുപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ഈ സുരേഷ് ഗോപിയോട് ആരാധന തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ വില നമുക്ക് മനസ്സിലാവുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു പൊതുവേദിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനു മുൻപ് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ISRO ചെയർമാനെ നേരിട്ട് കണ്ട കാര്യവും അവിടെ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത കാര്യങ്ങളുമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ശരിക്കും സുപ്രീം കോടതിയുടെ വിധി പ്രകാരം അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ സർക്കാരുകൾക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വളരെ വ്യക്തമായി അറിയാം, മുല്ലപ്പെരിയാറിൽ പുതുതായി ഒരു ഡാം പണിയുക എന്നത് അസാധ്യമായ കാര്യമാണ്. ഒന്ന്, അവിടുത്തെ പ്രകൃതി അതിനനുവദിക്കില്ല എന്നത് തന്നെയാണ്. പിന്നെ അവിടെ ഉള്ളത് മറ്റ് പ്രതിവിധികൾ എന്താണ്? ജനങ്ങളുടെ ഭയം മാറ്റുക, തമിഴ്നാടിന് ജലവും കേരളത്തിന് അവരുടെ സുരക്ഷയും. ഇതാണ് കാലാകാലങ്ങളായി നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആപ്തവാക്യം. പുതിയ ഡാം പുതിയ കരാറൊക്കെ ആദ്യകാലങ്ങളിൽ വന്നിരുന്നു, അതൊക്കെ മാറുകയും ചെയ്തിരുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉയർന്നിട്ടുണ്ട്, പല സമരസമിതികൾ ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലെത്തുമ്പോൾ, അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാകുമ്പോൾ അദ്ദേഹം നടത്തുന്ന വാഗ്ദാനങ്ങളിൽ ഒരുപക്ഷെ ആ സമരസമിതി അംഗങ്ങൾ അദ്ദേഹത്തെ കാണാനായി ചെല്ലുകയും ഈ ഒരു ചർച്ചയൊക്കെ നടന്നതിൻ്റെ പശ്ചാത്തലത്തിലുമാവാം ഒരുപക്ഷെ അദ്ദേഹം മുല്ലപ്പെരിയാറിന് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയതും. അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, നമ്മൾ കേരളീയനെയും തമിഴിനെയും തമ്മിലടിപ്പിക്കാനോ അല്ലെങ്കിൽ എല്ലാവരെയും ഇന്ത്യക്കാരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഒരേപോലെ പ്രാധാന്യങ്ങൾ നൽകിക്കൊണ്ട് മനുഷ്യർക്കാണ് ആവശ്യങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ, പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. അത്തരത്തിലാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തോട് ബഹുമാനം തോന്നുന്നതും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടെന്ന് തോന്നുന്നതും അക്കാര്യങ്ങൾ പറയുമ്പോഴാണ്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ സ്റ്റാലിനും വിചാരിച്ചാൽ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ്. പ്രൈം മിനിസ്റ്റർക്ക് പോലും ഈ ഒരു വിഷയത്തിൽ അധികമായി ഇടപെടാൻ കഴിയില്ല. സുപ്രീം കോടതിയുടെ വിധി നിൽക്കുന്നു, സുപ്രീം കോടതി പരമപ്രധാനമായ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നിൽക്കുന്നു. അങ്ങനെ ഉള്ളപ്പോൾ ഇവിടെ കേരള തമിഴ്നാട് സർക്കാരുകൾ പരസ്പര ധാരണയോടെ ചർച്ചകൾ നടത്തി അതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്ന മാർഗം മാത്രമേ മുൻപിലുള്ളൂ. അതാണ് സുരേഷ് ഗോപി വളരെ വ്യക്തമായി ആ പൊതുവേദിയിൽ പറയുന്നത്. പിന്നീട് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടെ കേരളത്തിലൊരു പുതിയ ഡാം നിർമ്മിക്കുക, അല്ല മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് ISROയുമായി സുരേഷ് ഗോപി ചർച്ച നടത്തിയിട്ടേയില്ല. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിന് കേരളത്തിലേക്ക് നടത്തേണ്ട വികസനങ്ങളെക്കുറിച്ച്, റെയിൽ മേഖലയിൽ നടത്തേണ്ട വികസനങ്ങളെക്കുറിച്ച്, നമ്മുടെ ആരോഗ്യ മേഖലയിൽ നടത്തേണ്ട വികസനത്തെക്കുറിച്ച്, ടൂറിസം മേഖലയിൽ നടത്തേണ്ട, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റിനുള്ളിൽ വേദിയിൽ നടത്തുന്ന പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാളാണ് എന്ന് തോന്നുന്ന തരത്തിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിന് ശേഷം അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയം മുതൽ ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടതും ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ്. അത്തരത്തിൽ തന്നെയാണ് ഇനിയും തൻ്റെ ജീവിതം മുൻപോട്ട് പോകുന്നത് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവർത്തികളുമൊക്കെ. എന്തായാലും സുരേഷ് ഗോപി പറഞ്ഞ പ്രകാരം മുല്ലപ്പെരിയാറിൻ്റെ ഈ വിഷയത്തിൽ ശാശ്വതമായൊരു പരിഹാരം അദ്ദേഹം ഉടനടി ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.